ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Autodesk Inventor ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ പ്രൊജക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. നമുക്ക് ഈ ഫസ്റ്റിൽ ആദ്യത്തെ പാർട്ട് ഈ ഫുൾ ബോഡി അങ്ങനെ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് ക്രിയേറ്റ് ന്യൂ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ്. അതിന് 2D സ്കെച്ച് എടുക്കാം. ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ ഡയമീറ്റർ 45 mm, ഇന്നർ ഡയമീറ്റർ 25 mm. ഓക്കെ, അതായത് ഇതിന്റെ ഫുൾ ബോഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ലൈൻ എടുക്കാം, സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇതിലേക്കാക്കാം. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് തൊട്ടിട്ട് ഇതിന്റെ സെൻട്രൽ ലൈൻ വരെ 19 mm, വിഡ്ത്ത് 35 mm. ഈ ലൈൻ തൊട്ടിട്ട് ഇതിന്റെ സെന്റർ വരെ 17.5, ഈ 35ന്റെ പാതി. ഇപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ട് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എക്സ്ട്രൂഡ് എടുക്കാം. എക്സ്ട്രൂഡ് ഡ്രോയിങ് സെലക്ട് ചെയ്യാം, 10 mm. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ആ സർക്കിളും കൂടി ഒന്ന് നമുക്ക് ട്യൂബ് ക്രിയേറ്റ് പോലെ ചെയ്യണം. അതിന് വിസിബിലിറ്റി ചെക്ക് കൊടുക്കാം ഇതിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി എക്സ്ട്രൂഡ് കൊടുക്കാം. ഈ സർക്കിൾ ചെയ്യാം. എന്നിട്ട് 45 mm അടിയിലേക്ക്. ഓക്കെ, ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. നമുക്കൊരു മെറ്റീരിയൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിക്കൽ കോപ്പർ അയൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാലൻസ് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഈ രണ്ട് ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. XZ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സ്കെച്ച്, റെക്ടാങ്കിൾ എടുക്കുക. ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. ഇത് 30, അടിയിൽ 35. നമുക്ക് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെന്റർ ജോയിന്റ് ആക്കിയിട്ട് ഇവിടെ നമുക്കൊരു സർക്കിൾ അതിൽ വരച്ചു കൊടുക്കാം. ഫ്രണ്ടിക്കുള്ള സർക്കിൾ ഉണ്ട് ഇവിടെ. സർക്കിൾ വരയ്ക്കാം. ഇന്നർ ഡയമീറ്റർ ഉണ്ട്. ഇന്നർ ഡയ 16 mm. ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല. ഈ ലൈൻ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈനിലാക്കാം. ഓക്കെ, ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് ചെയ്യാം. അതിന് ഫിനിഷ് സ്കെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡിൽ സിമെട്രിക് കൊടുക്കാം. സിമെട്രിക്കിൽ ഡ്രോയിങ് സെലക്ട് ചെയ്തതിന് ശേഷം 31 mm. ഓക്കെ, ഈ ടോപ്പിലൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് നമുക്ക് സർക്കിൾ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഇതിന്റെ ഡയമെൻഷൻ 5 mm. ഫുള്ളായിട്ടാക്കാം. ഇതിന്റെ ഡയമെൻഷൻ 2.5 mm. ടോട്ടല് അപ്ലൈ, ഡൺ. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ചിൽ എക്സ്ട്രൂഡ് കട്ട് ഓൾ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഓൾ കൊടുക്കാം. നമുക്ക് ടോട്ടൽ കട്ട് ചെയ്യണം. നമുക്ക് ഇതിന്റെ ഇവിടെ ബാക്കി ഭാഗം ഒരു സർക്കിളും ഒരു കട്ടിങ്ങും ഉണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ലൈൻ സെലക്ട് ചെയ്യാം. ലൈൻ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് കൊടുത്തിട്ട് റിട്ടേൺ വരിക. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക.
ഇത് ഡിലീറ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ടോട്ടലായിട്ട് അഗൈൻ ഒരു ലൈൻ വരയ്ക്കാം. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് ലൈൻ വരയ്ക്കാം. ക്ലോസ് ചെയ്യാം. നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. ഇത് അക്സെപ്റ്റ്. ഒരു കൺസ്ട്രെയിന്റ് സെലക്ട് ചെയ്യാം. പാരാമീറ്റർ, both parameter same origin. Same origin കൊടുക്കുക. dimension 7.5 mm. ഇതിന്റെ ലെങ്ത് 15 mm. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡിൽ ആർക്ക്, ബോത്ത് ആർക്ക് സിമെട്രിക് കൊടുക്കാം. 5 mm ഇപ്പുറത്തേക്ക് 15 mm അടിക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ കട്ടിങ് കൊടുക്കാം. കട്ടിങ്ക്ക് ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രൊജക്ട് ജിയോമെട്രി ആഡ് ചെയ്യാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് എന്താണ് ഈ യെല്ലോ ലൈൻ കാണിക്കുന്നത്, ഇതിൽ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം, ആഡ് ചെയ്യാം, കട്ട് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. കട്ട് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് നമുക്ക് ഓൾ കൊടുക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് ഈ റിബ് എന്ന ഓപ്ഷനാണ്. റിബ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. എക്സ്തെഡ് പ്ലെയിൻ, ക്രിയേറ്റ് സ്കെച്ച്, ലൈൻ എടുക്കാം. ക്ലിക്ക്. ഓക്കെ, റൈറ്റ് ക്ലിക്ക്. ഓക്കെ, ഫിനിഷ് സ്കെച്ച്. ഇവിടെ റിബ് എന്ന ഓപ്ഷൻ ഉണ്ട്. റിബ് എടുക്കുക. ഡൗൺ 10 mm. 10 mm. ഓക്കെ, റിബ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് ഇതും ജോയിന്റ് ആക്കി ഇതിലേക്ക് ജോയിന്റ് ആക്കാനുള്ളതാണ്. അതിന് നമുക്ക് ഈ പ്ലെയിനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് സ്കെച്ച്, ഷിഫ്റ്റ് അമർത്തിയിട്ട് റോളർ പിടിച്ച് ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് പ്രൊജക്ട് ജിയോമെട്രി എടുക്കാം. ഈ റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ലൈൻ വന്നിട്ട് പ്രൊജക്ട് ജിയോമെട്രി ആഡ് ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് തിരിക്കാം. ഇപ്പുറത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, പ്രൊജക്ട് ജിയോമെട്രി. എന്നിട്ട് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. നേരെ നമുക്ക് എക്സ്ട്രൂഡ് ആഡ് ചെയ്യാം. എക്സ്ട്രൂഡ് രണ്ട് പ്ലെയിനും സെലക്ട് ചെയ്യാം. ബോത്ത് പ്ലെയിൻ. ഡിസ്റ്റൻസിൽ നമുക്ക് 2 ആക്കാം. 2ൽ ഇത് സെലക്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഓക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, അറിയാം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഒരു ഓട്ടോഡെസ്ക് ഇൻവെന്റർ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ പ്രൊജക്ട് ചെയ്യാൻ ബിഗിനേഴ്സ് പ്രൊജക്റ്റ് ആണ്. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്.